യേശുക്രിസ്തുവിൽ എല്ലാവർക്കും കൃപയും സമാധാനവും. പ്രിയപ്പെട്ടവരെ, 2025 വിശ്വാസോത്സവം ഏപ്രിൽ 1, 2, 3, 4 തീയതികളിലായി നടക്കുകയാണല്ലോ. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദിവസങ്ങളാണ്. ഒരുമിച്ച് ചിന്തിക്കാൻ, ഒരുമിച്ച് കളിക്കാൻ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വളരെ സന്തോഷകരമായ ദിവസങ്ങളാണ്. ഈ വർഷത്തെ വിശ്വാസോത്സവത്തിൻ്റെ പ്രമേയം കുടുംബം എന്നുള്ളതാണ്. ദൈവം എല്ലാ സൃഷ്ടികളെയും രൂപം നൽകി എല്ലാറ്റിനെയും സൃഷ്ടിച്ചു. അവസാനം കുടുംബമാണ് സൃഷ്ടിച്ചത്. ആ കുടുംബത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ് കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോയുടെ സാന്നിധ്യവും. കുടുംബം ഗാർഹിക സഭയാണ്, സഭയുടെ ഒരു പ്രതിരൂപമാണ്. സഭ തന്നെയാണ്, യേശുവിൻ്റെ ശരീരമാണല്ലോ സഭ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തെക്കുറിച്ചുള്ള ആഴമായ അവബോധം നൽകുന്നതിന് വേണ്ടിയാണ് ഈ വർഷം വിശ്വാസോത്സവത്തിൻ്റെ പ്രമേയമായി നാം കുടുംബം സ്വീകരിച്ചിട്ടുള്ളത്. ഇത് പ്രത്യാശയുടെ വർഷമായിട്ടാണല്ലോ മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുടുംബത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകുമ്പോൾ പ്രത്യാശ എന്ന പുണ്യത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഈ വർഷത്തെ വിശ്വാസോത്സവം പ്രത്യാശയുടെ വിശ്വാസോത്സവമാണ്, കുടുംബത്തിൻ്റെ വിശ്വാസോത്സവമാണ്. പ്രിയപ്പെട്ട കൊച്ചു ത്രേസ്യ ഇപ്രകാരം പറയുന്നുണ്ട്: എൻ്റെ കുടുംബം സ്വർഗത്തിലുള്ള മാലാഖമാരുടെ ഭവനമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു എന്ന്. പിതാവിനോടും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും എല്ലാം ഉണ്ടായിരുന്ന വലിയൊരു അനുഭവം, അത് സ്വർഗത്തിൻ്റെ ഒരു അനുഭവമായിട്ട് വലിയ വേദപാരംഗതയ്ക്ക് തോന്നുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ഓരോ കുട്ടിക്കും അങ്ങനെ തോന്നണം. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ ആത്മീയ അനുഭവം നമുക്ക് നൽകാൻ സാധിക്കണം. ഈ വിശ്വാസോത്സവം ഏറ്റവും വിജയകരമായി നമുക്ക് മാറ്റണം. 4 ദിവസമാണ് വിശ്വാസോത്സവം, അതിലൊട്ടും കുറവ് വരുത്തരുത്. എല്ലാവരും, പ്രിയപ്പെട്ട വികാരിയച്ഛന്മാർ, മാതാപിതാക്കൾ, മാതാധ്യാപകർ, കുഞ്ഞുങ്ങൾ, എല്ലാവരും ഒരുമിച്ച് നമുക്ക് ഈ വിശ്വാസോത്സവത്തെ വലിയൊരു ഉത്സവമാക്കി മാറ്റാം. ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.